എനിക്ക് പണ്ട് ഒരു വീട് പോലും ഇല്ലാത്ത ആളായിരുന്നു ഞാൻ. ബാത്റൂം പോലും ഇല്ലാത്ത വീട്ടിൽ ഒറ്റ മുറിയിൽ ഞങ്ങൾ രണ്ട് മക്കളും വാപ്പയും ഉമ്മയൊക്കെ കഴിച്ചുകൂടി ഒരുപാട് കാലം ഉണ്ടായി. പൈസ വരുമ്പോഴത്തേക്ക് പടച്ചവനെ മറക്കരുത് എന്നൊക്കെ ഉള്ള കമന്റുകൾ. പുരുഷന്റെ ഷർട്ട് സ്ത്രീ ഇട്ടല്ലോ, ഓ അങ്ങനത്തെ കുറച്ച് ഓർത്തഡോക്സ് ആൾക്കാർ നമ്മള് കുറെ വീഡിയോസ് കാണുന്നവരുണ്ട്. പക്ഷെ അവരെ നമുക്ക് തിരുത്താൻ ഒരിക്കലും കഴിയൂല. പക്ഷെ ഡെയിലി അവർ വീഡിയോസ് കാണുന്നുണ്ട്, അവരും നമ്മുടെ വിജയത്തിൽ ഒരു പങ്കാളിയാണ്. എന്തുകൊണ്ട് ഓള് പോയില്ല, ഓക്ക് നാത്തൂനെ പറ്റൂല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അന്ന് ഫുള്ള് നെഗറ്റീവ്. ഉണ്ടാക്കുന്ന ടൈമിൽ ആൾക്കാർ വന്നിട്ട് പെരടുള്ള അമ്പലാണെന്ന് ചോദിച്ച ആൾക്കാർ സാധാരണക്കാരൻ ഉയർന്നു വരുമ്പോഴാണ് അവർക്ക് പിന്നെ അഹങ്കാരമായി അങ്ങനത്തെ പ്രശ്നങ്ങൾ വരില്ല. പെണ്ണുങ്ങൾ തന്നെയാണ് പെണ്ണുങ്ങൾക്ക് ശത്രു ഉണ്ടാവില്ല. അഥവാ ഉമ്മ നിൽക്കുകയാണെങ്കിൽ വേറെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും കൊടുത്തില്ല ഉമ്മാക്ക് പോകും. അതായത് അമ്മായിമ്മ പോലെ കറക്റ്റ് ഉണ്ടാവും. ഇപ്പോഴത്തെ സമൂഹം മൊത്തം ചളികളുടെ കൂടെയാണെന്നൊരു ഡൗട്ട്. കഴിവിനേക്കാൾ കൂടുതൽ കഴിവുകേടിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നെഗറ്റീവ് കമന്റ്സ് ഡിലീറ്റ് ആക്കും. ഇവൾക്ക് അത് ഭയങ്കര അടങ്ങാറ്. മറുപടി ഇങ്ങനെ കൊടുത്താൽ കുറച്ചൊരു സമാധാനം. ഇപ്പൊ നാട്ടുവർത്താനൊക്കെ പണ്ട് അയൽക്കൂട്ടത്തിലായിരുന്നു, ഇപ്പൊ ഫുള്ള് ചാനലിലൂടെയാണ്. നമ്മളും ഇങ്ങനെ വീഡിയോസ് കാണണല്ലേ ഫാമിലി വ്ളോഗ്സിന്. നമ്മളൊന്നും നമ്മൾ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ കാണാതെ ചെക്കന്മാരോട് കറങ്ങി അടിച്ച് നടന്ന ടൈമിൽ പെട്ടെന്നൊരു തന്തവൈപ്പിലോട്ട് മാറി. ബാഡ് കമന്റ്സ് ഇടുന്ന എന്തിനത്ര വലിയ വീട് എന്നാണ് അപ്പോൾ പറയാം. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊന്ന് രക്ഷപ്പെട്ടു എന്ന് കാണുമ്പോ എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് രക്ഷപ്പെടണേ എന്ന് പറഞ്ഞ അതേ ആളുകള് ഇപ്പൊ നമ്മള് കഷ്ടപ്പെടണേ എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്. ആഗ്രഹം നടത്താനാണല്ലോ ജീവിതം എന്ന് പറയുന്നത്. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. Yes, Oxygen Year-End Sale. ഹോം അപ്ലയൻസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ-എൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. Say yes to EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. ഹലോ ആൻഡ് വെൽക്കം ടു മൂവ്വെൽ മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ ആൻഡ് ഇന്ന് ഞാനുള്ളത് നൗഫൽ TKD ഫാമിലിയുടെ കൂടെയാണ്. നൗഫൽ ആൻഡ് സിനു, വെൽക്കം. അപ്പോൾ ഒരുപാട് സന്തോഷം ഇവിടെ വന്ന് നിങ്ങളുടെ കൂടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ. എത്രാമത്തെ ഇന്റർവ്യൂ ആണ് സത്യം പറഞ്ഞത്? സത്യം പറഞ്ഞാൽ ഒരുപാട് പേർക്ക് നമ്മൾ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. മൂവി വേൾഡിന് ആദ്യമായിട്ടാണ് നിങ്ങൾ വന്നതിന് ഒരു പ്രത്യേകത പാടുണ്ട്. ഈ ഒരു മാസം ഒരു ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ 1 ഇയർ പൂർത്തിയാവുകയാണ് നമ്മളെ ഹൗസ് വീടിന്റെ. ശരിക്കും പറഞ്ഞാൽ ഈ 30s-നകത്തൊരു വീട് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചുരുക്കം പേർക്ക് സംഭവിക്കുന്ന ഒന്നാണല്ലോ. ആ സ്വപ്നം മാത്രമായിരുന്നു, അത്ര പെട്ടെന്ന് സാക്ഷാത്കരിക്കും നമ്മൾ ഒരിക്കലും വിചാരിച്ച കാര്യമല്ല. ഇപ്പോഴും സ്വപ്നത്തിലൂടെ ഇങ്ങനെ യാത്ര സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. സിനുവിനും ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട് ഇതൊക്കെ മൈൻഡിൽ ഉണ്ടായിരുന്നു? എന്തായാലും സ്വപ്നങ്ങൾ കാണും. കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായുള്ളൂ, അതാ പറഞ്ഞത്. എന്നാലും ആ 3 വർഷത്തിനിടയ്ക്ക് പെട്ടെന്ന് തന്നെ ഒരു 2 വർഷത്തിനുള്ളിൽ തന്നെ വീടായല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെയായിരുന്നു? ആ ഒരു വീട് വന്നതും ആ ഇമോഷൻസ് എന്തൊക്കെയായിരുന്നു? ആദ്യം നമ്മള് സ്ഥലം വാങ്ങിയിടാ അങ്ങനെ വിചാരിച്ചില്ല. പിന്നെ അങ്ങനെ തുടങ്ങിയപ്പോ പെട്ടെന്ന് എല്ലായിടായി. വീട് മാത്രല്ല 2 കുട്ടികളും പെട്ടെന്നായി. ഒക്കെ പെട്ടെന്നായിരുന്നു, എല്ലാം പെട്ടെന്നായിരുന്നു. പെട്ടെന്ന്. അതായത് ഇപ്പൊ നമ്മുടെ എന്റെ ലൈഫ് സ്റ്റൈല് പെട്ടെന്നൊരു ഇപ്പൊ എന്താ പറയാ, ഈ ചെക്കന്മാരോട് കറങ്ങി അടിച്ച് നടന്ന ടൈമിൽ പെട്ടെന്നൊരു തന്തവൈപ്പിലോട്ട് മാറി. പെട്ടെന്ന്, വളരെ പെട്ടെന്ന്. ശരിക്കും പറഞ്ഞാല് ആ ഒരു പയ്യനായിട്ട് അങ്ങനെ ചെത്തി നടന്ന സമയം കൊണ്ട് 5 വർഷത്തിനിടെ കുറെ മാറ്റങ്ങൾ ലൈഫിൽ സംഭവിച്ചു അല്ലേ? ഒരു 4-5 വർഷത്തിനിടയിൽ ഫുൾ മാറ്റങ്ങൾ സംഭവിച്ചു. ഒരു 2 പിള്ളേരുടെ വാപ്പായതിനു ശേഷം എന്താ വ്യത്യാസം ഫീൽ ചെയ്യുന്നത്? വ്യത്യാസം ഒരുപാട് വ്യത്യാസമുണ്ട്. അതായത് നമ്മുടെ പലതിലും അഡ്ജസ്റ്റ്മെന്റ് ലൈഫ് പഠിച്ചു. ജീവിതവും എല്ലാത്തിലും നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ തുടങ്ങി, ദേഷ്യം കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. കാരണം ഇപ്പൊ പെങ്ങളെ മക്കളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെങ്ങളെ മക്കളോട് ഭയങ്കരമായിട്ടൊക്കെ ചൂടാവും. അതവിടെ വെക്കല്ലേ ഇവിടെ വെക്കല്ലേ. അവനാന്റെ മക്കൾ ചെയ്യുമ്പോഴാണ് അയ്യോ ഇത്. മറ്റേ ഉമ്മ പണ്ട് പറയാറുണ്ട്, ഈ പൗത്തല വീഴുമ്പോ പച്ചില നോക്കി ചിരിക്കുമെന്ന്. അതായത് അനുഭവം വരുമ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ച് നമുക്കത് വരുമ്പോഴത്തേക്കാ മനസ്സിലായി. സിനുവിനോ പ്രത്യേകിച്ചൊന്നും പറയാ ഒരു മാറ്റങ്ങളും സംഭവിച്ചില്ല? മാറ്റങ്ങള് ഉറക്കത്തില് ഭയങ്കരമായിട്ട്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനോ? അങ്ങനെയൊന്നുമില്ല, അത് സ്റ്റേജിൽ വരുന്നു പറയണേക്കാം. ആണോ? പ്രത്യേകിച്ച് 2 ചെറിയ മക്കളല്ലേ, അപ്പൊ ഈ ഉറക്കം കിട്ടാൻ നമുക്ക് ഭയങ്കര ഇതാവൂലേ, അതിന്റേതായ കുറച്ച് പ്രശ്നങ്ങൾ. വീട്ടിലെന്താ വെച്ചാൽ നമുക്ക് 2 മക്കള്, ഒരു കുട്ടിക്ക് 1 വയസ്സും 6 മാസം, ഒരു കുട്ടിക്ക് 2 മാസം. അപ്പൊ പെൺകുട്ടിനെ ഞാൻ നോക്കുകയാണെങ്കിൽ ആൺകുട്ടിനെ ഓള് നോക്കും, അല്ലെങ്കിൽ
ഈ രാത്രിയാകുമ്പോ ഒരാളെ ഉറക്കി കഴിയുമ്പോത്തിന് അടുത്ത എണീക്കും. അയ്യോ, രണ്ടാൾക്കും മൂത്താൾക്കും മനസ്സിലാവാൻ പറ്റിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അപ്പൊ രണ്ടുപേരെയും കൂടി എങ്ങനെ മാനേജ് ചെയ്യാനായിട്ട്. അപ്പൊ അതൊരു എന്തൊക്കെ പറഞ്ഞാലും അതൊരു സ്ട്രെസ് തന്നെയാണ് അല്ലേ. അതിനിടയ്ക്കാണ് നമ്മൾ ഈ ഫാമിലി വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പണ്ട് ഞാൻ മുടങ്ങാതെ വീഡിയോ ഇട്ടായിരുന്നു എല്ലാ ചാനലിലും. ഇപ്പോൾ അതിൽ കുറച്ച് ഇളവ് വന്നുപോയി. ഇളവ് മീൻസ് ചിലതിൽ ഇടാൻ കഴിയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഒന്ന് വീഡിയോ എടുക്കുമ്പോഴേക്കും ഒരു കുട്ടി കരയും, അതിനെ കരച്ചിട്ട് മാറ്റി കഴിയുമ്പോഴേക്കും അടുത്ത കുട്ടി കരയും. അപ്പൊ പിന്നെ വേണ്ടാന്ന് അങ്ങോട്ട് പോകും. അല്ലെ, നമുക്ക് ഈ ഡെയിലി വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ജോബിന്റെ പാർട്ടായിട്ടാണല്ലോ നിങ്ങൾ അത് കാണുന്നത്. ഞാൻ പക്ക ജോബിന്റെ പാർട്ടായിട്ടാണ്. അപ്പൊ അതിനിടയ്ക്ക് ഇതേപോലെ ഒരു ദിവസം ഈ ഫാമിലി മൂഡ് അനുസരിച്ച് കുട്ടികളൊക്കെ ബഹളം വെക്കുവാണെങ്കിൽ ഒരു ദിവസം എടുക്കാൻ പറ്റാതെ പോകും. അപ്പൊ ഇങ്ങനെ ദേഷ്യം വരാറുണ്ടോ? അങ്ങനെ ഒരു ദിവസത്തെ അങ്ങനെ ഒരു വീഡിയോ മിസ്? ഇന്നും ദേഷ്യം വരാറുണ്ട്. കാരണം അതേമാതിരി ഈ വോയിസ് ഓവർ ഒക്കെ കൊടുക്കുന്ന ഒരു ടൈം ഉണ്ടാവും. അതായത് നമ്മളിപ്പോ ഇവള് പർപ്പിളിന്റെ വീഡിയോസ് ബ്യൂട്ടി പ്രോഡക്ട്സ് ചെയ്യുന്നുണ്ട്. അതില് കൂടുതൽ ഈ വോയിസ് ഓവർ ഉണ്ടാവുക. അപ്പൊ ഈ വോയിസ് ഓവർ നമ്മളിങ്ങനെ പറഞ്ഞ് ചിലപ്പോൾ ഇങ്ങനെ തെറ്റും. ചിലതൊന്ന് ശരിയാവുന്ന ടൈമിലാവും കുട്ടികൾ തൊള്ളിടുക. അതായത് ശബ്ദം നമ്മുടെ നാട്ടിലെയും ഈ പാലക്കാട് ഭാഷ മലപ്പുറം ഭാഷ ഇങ്ങനെ കലർന്നു വരും. അതായത് ഇതിന്റെ രണ്ടിന് സെൻട്രലാവുണ്ട് അങ്ങനെ. അപ്പോൾ ആ ടൈമിലൊക്കെ ഭയങ്കര ദേഷ്യവും. അതെ, സിനുവാണ് ഇതൊന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ആള്. എടുത്തോണ്ട് ഓടും അപ്പൊ തന്നെ. ഉമ്മ ഇതിന്റെ ഇടയിൽ കിടന്നിട്ട് എന്താ ഉമ്മയുടെ അവസ്ഥ എന്താ? ഉമ്മാക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോവും. ഏറ്റവും ദേഷ്യം വീട്ടൊക്കെ ഫുഡ് കൊടുക്കാനാണ് പണി. ഭയങ്കര മടി കഴിക്കാൻ. അതായത് നമ്മൾ കൊടുക്കുന്ന നേരത്ത് ഇങ്ങോട്ട് തട്ടി കഴിയുമ്പോ ഉണ്ടാകുമ്പോ അത് എല്ലാവർക്കും ഈ അമ്മമാർക്കൊക്കെ റിലേറ്റ് ആവും, അമ്മമാർക്കും അച്ഛന്മാർക്കൊക്കെ റിലേറ്റ് ആവും. നമ്മളിങ്ങനെ ആശിച്ച് ഇങ്ങനെ കൊടുക്കാൻ നേരത്ത് ഇങ്ങോട്ട് തട്ടുമ്പോ ഉണ്ടാകുമ്പോ ഒരു ഫീൽ ഇല്ലേ? വലിയ കാര്യത്തിൽ ഇങ്ങനെ കൊടുക്കാനായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കായിരിക്കും. അപ്പൊ ഇതിന്റെ എല്ലാം കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ മറ്റേ കണ്ടന്റ് വീഡിയോസും ഷോർട്സിലും ഒക്കെ വരുന്നുണ്ടല്ലോ, മറ്റേ റീൽസ് ആയിട്ടും ഉമ്മാന്റെ സിനുവിന്റെ ഒക്കെ ആയിട്ടുള്ള കണ്ടന്റ് വീഡിയോസ്. നമ്മൾ അധികം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു വീട്ടിലൊരു ദിവസം എന്തൊക്കെ നടക്കുമ്പോ അതില് റിലേറ്റ് ഉമ്മ പഴയ ഈ പഴഞ്ചൊല്ലുകളൊക്കെ പറയുന്ന ആളാണ്. അപ്പൊ ഞാൻ എന്താക്കും, ഇതിന്ന് എന്താണ് ഇപ്പൊ ഒരു ഷോർട്ടാക്കാനും ഉള്ളത് നമ്മൾ തിങ്ക് ചെയ്യും. ആ സാധനം അങ്ങനെ എടുത്ത് റീലാക്കലാണ് പതിവ്. ഈ ഫുള്ള് കണ്ടന്റിന്റെ ഐഡിയ എവിടെയെന്നാ? ഫുള്ള് നൗഫലിന്റെ ഐഡിയസ് ആണോ? ഫുള്ള് കുറച്ചൊക്കെ ഉള്ള ഐഡിയ ഉണ്ടാവും. ചളികള് മൊത്തം ചളികള് മൊത്തം ഇവിടുന്നും ഐഡിയാസ് ഒക്കെ ഇവിടുന്നാണോ? ഒരുവിധം സ്റ്റാൻഡേർഡ് സാധനമൊക്കെ അവിടുന്ന് വരും. അതൊരു വലിയ കാര്യമല്ലേ ഇത്? സ്റ്റാൻഡേർഡ് അത് കേറലില്ല സ്റ്റാൻഡേർഡ് ഒന്നും. എനിക്ക് ഇപ്പൊ തോന്നിയെന്ന് വെച്ചാൽ ഇപ്പത്തെ സമൂഹം മൊത്തം ചളികളുടെ കൂടെയാണെന്ന് ഒരു ഡൗട്ട്. സത്യം, നല്ലതിനെ ആരും പ്രോത്സാഹിപ്പിക്കലില്ല. പൊതുവെ നോക്കുമ്പോ എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പൊ സോഷ്യൽ മീഡിയ തുറക്കുമ്പോ തന്നെ, ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോ തന്നെ കോപ്രായങ്ങൾക്ക് നല്ല ലൈക്ക് ആവും. നേരെ മറിച്ച് അവിടെ ഭരതനാട്യമോ അല്ലെങ്കിൽ നല്ലൊരു പാട്ടിന്റെ ഒരു സംഭവിച്ചിട്ടുണ്ടാവില്ല. കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോസ് അല്ലേ? ഇപ്പോ കഴിവിനേക്കാൾ കൂടുതൽ കഴിവുകേടിനെ പ്രോത്സാഹിപ്പിക്കാണ്. ഇപ്പൊ നമ്മളൊക്കെ ആ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്, നമുക്കും അത് അനുഭവം ഉണ്ട്. നമ്മൾ ഏത് വീഡിയോസ് ഇപ്പൊ ഒരു റീസെന്റ് ഇപ്പൊ നമ്മളൊരു 2 ദിവസം മുന്നൊരു വീഡിയോ ഇട്ടു. ഇതിപ്പോ നമ്മൾ തമിഴ്നാട് പോയപ്പോ ആ ഒരു സംഭവം ഉണ്ടായതാണ് നമുക്ക് അല്ലേ. അതായത് അവിടുന്ന് നമുക്ക് അനുഭവിച്ചാണ്. അതായത് തമിഴ്നാട്ടിൽ ഈ വഴി എന്ന് പറയുമ്പോ അവരുടെ ഭാഷയില് അത് വേറെ വരുന്നത് അല്ലെ, മനസ്സിലായില്ലേ? ആ സാധനം എനിക്ക് തോന്നിയപ്പോ അപ്പൊ ഞാനത് റീലാക്കി. ഒരു ദിവസം കൊണ്ട് തന്നെ അത് 2 മില്യൺ ആയത്. പക്ഷെ അത് ഫുള്ള് നെഗറ്റീവ് കമന്റ്സ് നെഗറ്റീവ് വരും. കാരണം നമ്മുടെ അടുത്ത് അത് പ്രതീക്ഷിച്ചില്ല എന്നാണ് ആളുകൾ പറയുന്നത്. ഞാൻ അപ്പൊ വീഡിയോ കമന്റ്സ് ഒക്കെ ഇങ്ങനെ ഡിലീറ്റ് ആക്കട്ടോ. നെഗറ്റീവ് കമന്റ്സ് ഡിലീറ്റ് ആക്കും. ഇവൾക്ക് അത് ഭയങ്കര അടങ്ങാറ് ആണോ? ഇതേപോലെ ഈ കമന്റ്സിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു ഫാമിലി വ്ളോഗേഴ്സ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോസിൽ വരുമല്ലോ. അപ്പൊ അതിന് 2 രീതിയിലുള്ള കമന്റ്സ് വരാറുണ്ടല്ലോ, പോസിറ്റീവും നെഗറ്റീവ്സ്. ഈ നെഗറ്റീവ് കമന്റ്സ് വരുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അപ്പൊ സിനുവിനെയാണോ? നമ്മൾക്കത് ബാധിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മളിതെല്ലാം കേട്ട് വളർന്ന ആൾക്കാരാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അതായത് നെഗറ്റീവ് മീൻസ് ഇപ്പോൾ എൻ്റെ ജോലി ഇപ്പോൾ ആദ്യം കൂലിപ്പണി, അതിപ്പോൾ എല്ലാവർക്കും ഒരുവിധം ഫാമിലി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം 3 വർഷമായിട്ട് നമ്മൾ എന്നെ കാണുന്ന ആളുകൾക്കൊക്കെ അറിയാം എനിക്ക് നമ്മൾ ഏത് സിറ്റുവേഷനിലൂടെ കടന്നു വന്നതാണെന്ന്. എപ്പോഴും സാധാരണക്കാരൻ ഉയർന്നു വരുമ്പോഴാണ് അവർക്ക് നെഗറ്റീവും കാര്യങ്ങൾ എന്താണ്, അവർക്ക് പിന്നെ അഹങ്കാരമായി അങ്ങനത്തെ പ്രശ്നങ്ങൾ വരില്ല. അങ്ങനെ കുറെ കേൾക്കലുണ്ട്. അതെ, എന്താ സിനു എന്താ മിണ്ടാതിരിക്കുന്നത്? സിനുവിനോട് ശരിക്കും പറഞ്ഞാൽ ഈ നെഗറ്റീവ് കമന്റ്സ് വരുമ്പോഴത്തേക്ക് എന്താ ഫീൽ ചെയ്യുന്നത്?
അതായത് ഇപ്പൊ നമ്മള് എന്താ കല്യാണം കഴിയണ വരെ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാം, നമ്മളാരും ജഡ്ജ് ചെയ്യാൻ ഇതിനൊന്നും വരില്ലല്ലോ. ഇതിട്ട് ഇവളെന്താ അവിടെ ഇരിക്കണത്, ഇവളെന്താ ഈ ഡ്രസ്സ് ഇട്ടത്, അങ്ങനെ അങ്ങനെ കേൾക്കുമ്പോ സത്യം പറഞ്ഞാൽ നമുക്കൊരു അതായത് ഇവിടെ നമ്മുടെ ഫാമിലി വ്ളോഗ്സിലെ കൂടുതലും വരുന്ന പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പെണ്ണുങ്ങൾ തന്നെയാണ് പെണ്ണുങ്ങളാർക്ക് ശത്രു ഉണ്ടാവല്. അതായത് ഇപ്പോൾ ഒരു കാറിൽ പോവാണ്, അപ്പോൾ ഉമ്മ ഫ്രണ്ടിലിരുന്നില്ല, ഉമ്മ ബാക്കിൽ ഇരിക്കുകയാണെങ്കിൽ അന്ന് ഫുള്ള് പ്രശ്നമാണ്. അമ്മക്ക് ബഹുമാനം കൊടുത്തില്ല. അമ്മ പറയും ഉമ്മയുടെ കംഫേർട്ട് സോണിലാണ് ഉമ്മ ഇരിക്കല്. പക്ഷെ അത് ആളുകൾ എന്താ വെച്ചാൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഉമ്മാക്ക് ധാരയിലൊക്കെ വിളിച്ച് പറഞ്ഞു കൊടുക്കും, നിങ്ങൾക്ക് ഇങ്ങനെ കമൻസിൽ വന്നിട്ട് നിങ്ങളിങ്ങനെ പറയുന്നുണ്ട്, അപ്പോൾ എന്താണ് വെറുതെ ഒരു ഇഷ്യൂ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല അഥവാ ഉമ്മ നിൽക്കുകയാണെങ്കിൽ വേറെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും കൊടുത്തില്ല, ഉമ്മാക്ക് പോകും. അതായത് അമ്മായിമ്മ പോലെ കറക്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ കൂടുതൽ പറയാത്തതെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ഇടുന്നോണ്ടാണല്ലോ പ്രേക്ഷകർ ഇത് കാണുന്നത്. അപ്പൊ പിന്നെ നമ്മൾ കൂടുതലൊന്നും പറയാം, കമന്റ്സ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കല. അതെ സിനു, നമ്മളിപ്പോ ഇങ്ങനെ ഈ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യം വീഡിയോ കണ്ട് കമന്റ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളെ ഇത് ഇങ്ങനെയൊക്കെ ആണോ അങ്ങനെ ചിന്തിച്ചൊരു സംഭവം എന്താ മെയിൻലി ഏറ്റവും മെയിനായിട്ട് തന്നെ നമ്മൾ എല്ലാവരോടും ഇരിക്കുമ്പോ ചിലപ്പോ ഞാൻ ഇരിക്കാവും ഇതിൽ നിക്കുക, നമ്മൾ അതിലൊന്നും ശ്രദ്ധിക്കില്ല. ഇതിൽ വരുമ്പോ അമ്മായിമ്മ അവിടെ നിക്കുമ്പോ ഈ അങ്ങനെ ഇരിക്കാൻ പാടുണ്ടോ, അപ്പോഴേ ഞാൻ ഇരിക്കുകയാണെന്ന് പോയി നോക്കുക, വീഡിയോ എടുത്തായിരിക്കും നോക്കുന്നത്. അതുപോലെ ടൈമൊക്കെ വെച്ചിട്ട് നമ്മൾ ചിലപ്പോ പറഞ്ഞ ടൈം വെച്ചിട്ട് ഒരു കമന്റ് ചെയ്യും, അപ്പൊ ആ ടൈമിൽ പോയേക്കുമ്പോ അങ്ങനെ പറഞ്ഞതിന് നമ്മൾ അപ്പളാ ചിന്തിക്കുക. ഞാൻ ഈ ഇടയിലുള്ള വീഡിയോയില് കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഉമ്മ ചക്കരയുടെ അടുത്ത് പോയത് അത് സിനുവിന് ഇഷ്ടപ്പെട്ടില്ലാന്നോ. അപ്പം കമന്റ് താഴെ റിപ്ലൈ കൊടുത്തേക്കുന്ന കണ്ടോ, അത് എനിക്ക് അവര് ഒന്നിച്ചായത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ. ഇപ്പൊ അങ്ങനെ ഇന്ത്യന്ന് കൊടുക്കണൊക്കെ ഇവിടെ റിപ്ലൈ കൊടുക്കല്, അത് ഇഷ്ടമല്ല, ഇവിടെ ഇരുന്ന് ഫുള്ള് റിപ്ലൈ കൊടുക്കും. ഞങ്ങളെ വീട്ടിൽ പോയില്ലേ, മൂത്ത പെങ്ങളുടെ അപ്പൊ എന്റെ മുഖം ശരിയില്ല, നാട്ടിന്റെ വീട്ടിലേക്കാണല്ലോ പോയത്. എനിക്ക് ഇങ്ങോട്ട് വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ തിരിച്ചു കണ്ട് റിപ്ലൈ കൊടുത്തു. ഈ ഫാമിലി വ്ളോഗേഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു എല്ലാ ജേർണി കല്യാണം ഉൾപ്പെടെ എല്ലാം കണ്ടതുകൊണ്ട് തന്നെ ഇപ്പൊ ഫാമിലിയിലുള്ള കുഞ്ഞു കുഞ്ഞു ഇപ്പൊ പെങ്ങന്മാരൊക്കെ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഇഷ്യൂസ് പോലും സിനു ക്രിയേറ്റ് ചെയ്താന്നുള്ള രീതിയിലാണല്ലോ കമന്റ്സ്. അത് ഇനി ഫാമിലി വ്ളോഗ് അല്ലാതെ വേറൊരു കുടുംബമാണെന്നുണ്ടെങ്കിൽ മരുമക്കൾക്ക് വന്ന് കയറി അത് പ്രശ്നം വരിക. രസം ഇവിടെ ഉള്ളവർക്കില്ല, പുറത്ത് കമന്റ് ഇടുന്നവർക്കാണ്. എന്തെങ്കിലുമൊക്കെ പറയാൻ പാടില്ല. ഇപ്പൊ നാട്ടു വർത്താനൊക്കെ പണ്ട് അയൽക്കൂട്ടത്തിലായിരുന്നു, ഇപ്പൊ ഫുള്ള് ചാനലിലൂടെയാണ്. പിന്നെ നമ്മള് ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ഇടുന്നോണ്ടാണല്ലോ അവർക്കത് പറയാൻ തോന്നുന്നത്. അപ്പൊ അവര് സ്വയം തീരുമാനിക്കുകയാണ്. അവരുടെയും കൂടി വിലയിരുത്തി പറയുമ്പോ ഇപ്പൊ ഇങ്ങനത്തെ കമന്റ്സ് ഇടുമ്പോ ചിലപ്പോ നമുക്ക് ആ സമയത്ത് നമുക്കൊരു ചെറിയ വിഷമാവും. പിന്നെ നമ്മളും ഇങ്ങനെ വീഡിയോസ് കാണണല്ലേ ഫാമിലി വ്ളോഗ്സിന്, നമ്മൾ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ കാണാതിക്കുക, വെറുതെ ഓരോ പോയിട്ട് ഇങ്ങനെ കണ്ട് നിങ്ങൾ അങ്ങനെ ഇങ്ങനെയെന്ന് പറയുന്നു. ഞാൻ പറയട്ടെ, നമുക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നമ്മള് ഉയർച്ചകൾ രക്ഷപ്പെട്ടു എന്ന് കാണുമ്പോ അല്ലേ, അപ്പോഴാണ്. കാരണം ഞാൻ പണ്ട് ഈ കമന്റ്സ് ഇടുന്ന ആളുകളൊക്കെ ഞാൻ ഒന്നുമില്ലാത്ത ടൈമിൽ നമ്മളോട് പറയുന്നത് എന്താ, എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് രക്ഷപ്പെടണേ എന്ന് പറഞ്ഞ അതേ ആളുകള് ഇപ്പൊ നമ്മൾ കഷ്ടപ്പെടണേന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്. കാരണം നമ്മൾ രക്ഷപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ ഡ്രസ്സിൽ മാറ്റങ്ങൾ വരും, പിന്നെ നമ്മളെ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ മാറ്റം വരും. അത് നമുക്ക് അഹങ്കാരം കൊണ്ട് മാറുന്നതല്ല, നമുക്ക് നമ്മുടെ ആഗ്രഹം നടത്തുമ്പോൾ അതായത് ഇപ്പൊ ഈ പറയുന്ന ആരാണെങ്കിലും ഏതൊരു മനുഷ്യനും എല്ലാ സുഖങ്ങളോടും ഒരു ദിവസം ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പിന്നെ അല്ലെ? ആ ജീവിതത്തിലോട്ട് എത്തുമ്പോ എന്താണ് ബാക്കിയുള്ള നമ്മൾ രക്ഷപ്പെടുന്ന ആളുകളുടെ കണ്ണില് അപ്പൊ നമ്മൾ അഹങ്കാരിയാവും. നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, നമ്മളെന്താ വെച്ചാൽ നമ്മുടെ ആഗ്രഹം അവിടെ സഫലമാക്കാണ്. നല്ലൊരു ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ ഒരു കാറിൽ ഒരു യാത്ര പോകണം, ഇതേപോലത്തെ ഒരു വീട്ടിൽ താമസിക്കണം. അപ്പോൾ ഈ ബാഡ് കമന്റ്സ് ഇടുന്ന എന്തിനത്ര വലിയ വീട് എന്നാണ് അപ്പോൾ പറയാം, എന്തിനത്ര നല്ല കാറ് എന്നാ ചോദിക്കുക. അപ്പോഴും കാറ് വേണം, പക്ഷെ നല്ല കാറാവരുത്. വീട് വേണം, നല്ലൊരു വീടാവരുത്. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ഉണ്ട് എന്ന് പറയാം. നമ്മളെല്ലാരും ചിന്തിക്കുന്നത് നല്ലൊരു രീതിക്ക്. ഇപ്പൊ നമ്മുടെ മക്കളാണ്, ഇപ്പോൾ എനിക്ക് പണ്ട് ഒരു വീട് പോലും ഇല്ലാത്ത ആളായിരുന്നു ഞാൻ. അതായത് ഇപ്പോഴും സ്വന്തമായിട്ടൊരു അഡ്രസ്സ് പോലും ഇല്ല, ഇപ്പോഴും ഇല്ല. ഇപ്പോൾ വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അഡ്രസ്സ് എന്നുള്ള ലെവലിൽ ഇപ്പോഴും എന്താണെന്ന് വെച്ചാൽ എൻ്റെ വാപ്പൻ്റെ ഇനീഷ്യൽ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോഴും നടക്കുന്നത്. കാരണം നമുക്കൊരു ഫാമിലി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവൾക്കൊരു വീട്ടുപേരുണ്ട്, എന്താ പേര് അത് അവര് ഫാമിലി ആയിട്ട് പണ്ട് മുതലേ അങ്ങനെ ഒരു ഇതായിരുന്നു. ഞങ്ങളിങ്ങനെ മാറി മാറി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. വീടാന്തരം വാടകയ്ക്ക് കുറെ പാലക്കാടായിരുന്നു, ഒരു 4-5 വീട് വാടകയ്ക്കായിരുന്നു. അതുകൊണ്ട് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാപ്പാൻ്റെ ഫസ്റ്റിൻ്റെ ഇനീഷ്യലാണ് വെച്ചിട്ടുള്ളത്. അവിടെയൊക്കെ അപ്പുറത്ത് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ ഇപ്പോഴും ഞാൻ എൻ്റെ ഇനീഷ്യൽ എൻ്റെ മക്കൾക്ക് ഇടുമ്പോൾ ഞാൻ എന്താക്കണേ,
എനിക്ക് ഇപ്പോൾ ഒരു വീട്ടുപേര് വെച്ചിട്ട് ഒരു ഇനീഷ്യൽ എനിക്ക് ഇടാൻ പറ്റലില്ല. കാരണം ഇപ്പോൾ നൗഫൽ എഫ് എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ അലേഹ നൗഫൽ എന്ന് എൻ്റെ മൂത്തോട്ട് അലേഹ നൗഫൽ എഫ് എന്നാണ് വല്യപ്പാൻ്റെ പേരിൻ്റെ ഫസ്റ്റ് അക്ഷരം ഇടുന്നത്. ഇനിയിപ്പോൾ ഈ വീടിനൊക്കെ സംബന്ധിച്ച് ഉമ്മാൻ്റെ വീട്ടുപേരിൽ നമുക്ക് എന്താക്കണം, അഡ്രസ്സ് ആക്കണം. അതായത് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കടന്നുപോയ ആൾക്കാർ. അവിടെ ഒരു മുറി വാടക വീട്ടിൽ ബാത്റൂം പോലും ഇല്ലാത്ത വീട്ടിൽ ഒറ്റ മുറിയിൽ ഞങ്ങൾ 2 മക്കളും, ഒരാൾ ഇവിടെ ആയിരുന്നു, 2 മക്കളും വാപ്പി ഉമ്മയൊക്കെ കഴിച്ചുകൂടി ഒരുപാട് കാലം ഉണ്ടായിരുന്നു. അന്ന് വീടില്ല. ഇന്ന് അൽഹംദുലില്ലാ 2 വീടാണ്. ഒരു വീട് അവിടെ ഉപയോഗിക്കാതെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഒരു 3 വർഷം കൊണ്ടാണ് ഉണ്ടായിന്ന് പറയാം. വീട് പിന്നെ ഉമ്മാന്റെ ആങ്ങളമാരൊക്കെ കൂടി ഹെൽപ്പ് ചെയ്തിട്ട് അന്ന് വെച്ചെന്നാണ്. അതെ. അപ്പൊ ശരിക്കും പറഞ്ഞാല് നിങ്ങള് ഒരു കുഞ്ഞു വീട്ടിൽ കിടന്നിരുന്നെങ്കിൽ ഈ ഒരു നെഗറ്റീവ് കമന്റ്സ് ഒന്നും ആരും ഇടൂല. അതുപോലെ ഡ്രസ്സിന്റെ കാര്യത്തിൽ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, ഡ്രസ്സിൽ എന്താ കുഴപ്പമൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. പക്ഷെ കമന്റ്സ് ഉണ്ടായിരുന്നു, ഇവരുടെ ഡ്രസ്സ് ശരിയല്ല, പടച്ചവനെ എന്താ പൈസ വരുമ്പോഴത്തേക്ക് പടച്ചവനെ മറക്കരുത് എന്നൊക്കെ ഉള്ള കമന്റുകൾ. ഇവളന്ന് ഇട്ടത് എന്താന്ന് വെച്ചാൽ തമിഴ്നാട് പോകുമ്പോ പലാസ പാന്റും ഇന്റെ ഷർട്ടുമാണ്. അപ്പൊ ഞാന് ഈ ഷർട്ട് കണ്ടപ്പോ ഇന്റെ ഷർട്ടാണല്ലോ അങ്ങനെ ചോദിച്ചു. അപ്പൊ ആ പറഞ്ഞോണ്ടാണ് ആളുകൾക്ക് അത് മനസ്സിലായത് ഇന്റെ ഷർട്ടാണല്ലോ എന്നുള്ളത്. ഷർട്ട് പറഞ്ഞാൽ നമ്മള് ഇതായി ചെയ്യുമല്ലോ, മെറ്റീരിയലിനോണ്ട് തന്നെ അടിച്ചൊരു നല്ല ലോങ് ഷർട്ടാണ്. ഇവള് തടി കുറവും ഞാൻ അത്യാവശ്യം തടിയുള്ള ആളല്ലേ. അപ്പൊ ഞാൻ ഓവർ സൈസ് ഷർട്ട് ഇടുക. ആ ഷർട്ട് ഇവിടെ ഇട്ടവൾക്ക് ശരിക്കും പർദ്ദയാവും. അപ്പൊ ഞാൻ ഷർട്ട് എന്ന് പറഞ്ഞാൽ മാത്രമാണ് ആളുകൾക്ക് ഇതിപ്പോ എന്താ വെച്ചാ പുരുഷന്റെ ഷർട്ട് സ്ത്രീ ഇട്ടല്ലോ, അങ്ങനത്തെ കുറച്ച് ഓർത്തഡോക്സ് ആൾക്കാർ നമ്മള് കുറെ വീഡിയോസ് കാണുന്നവരുണ്ട്. പക്ഷെ അവരെ നമുക്ക് തിരുത്താൻ ഒരിക്കലും കഴിയൂല. പക്ഷെ ഡെയിലി അവര് വീഡിയോസ് കാണുന്നുണ്ട്. അവരും നമ്മുടെ വിജയത്തിലൊരു പങ്കാളിയാണ്. നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനോ ഒന്നിനും നമുക്ക് പറ്റൂല. കാരണം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അഹങ്കാരിയായിട്ട് മാറും. അപ്പൊ അത് അങ്ങനെ ഒരു വൈക്കൊണ്ട് പോട്ടെ. നമ്മളോട് അതാ പറയല്ലേ, ഒരു നാണയമാകുമ്പോ 2 വശം ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും, ഒന്ന് പോസിറ്റീവ്. നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ ഇത് രണ്ടും എക്സ്പെക്ട് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് സോഷ്യൽ മീഡിയയിൽ നിൽക്കരുത്. ഈ എനിക്ക് തോന്നുന്നു ചക്കരയൊക്കെ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഒക്കെ വന്നത് സിനു പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ചക്കര ആയിട്ടല്ലേ ഇഷ്യൂ വന്നത്. ചക്കര പെങ്ങന്മാര് തമ്മിലൊരു ഇഷ്യൂ ആ ടൈമിൽ ഇവളല്ല പ്രഗ്നന്റ്, അവളായിരുന്നു പ്രഗ്നന്റ്. അല്ലെ കുഞ്ഞ് വന്ന ആ ഒരു ടൈമിൽ ഒരു 3-4 മാസം മുമ്പൊക്കെ വീഡിയോസ് ഇടുന്ന കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. കൊല്ലത്തേക്ക് പോവാത്തത്. അതെ. അത് ഞങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാല് പെട്ടെന്നുള്ളൊരു എന്താണ് പ്രഗ്നൻസി ആയിരുന്നു അത്. അപ്പൊ ഇങ്ങനെ നെഗറ്റീവ് വരുന്ന ടൈമില് ഈ ഒരു പ്രഗ്നൻസി പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയൂല. കാരണം ആ ടൈമിൽ ഇവള് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഇവൾക്ക് ഇങ്ങനെ ടെൻഷൻ വരുന്ന കൂട്ടത്തിലുള്ളതാണ് ഓൾറെഡി. അപ്പൊ ഒരു അമ്മ എന്നുള്ള ടൈമിൽ ഒരു 7th മന്തിലൊക്കെ ഇങ്ങനെ നെഗറ്റീവ്സ് വരുമ്പോ ചിലപ്പോ അത് കുഞ്ഞിനും ബാധിക്കും. പിന്നെ മൊബൈൽ നോക്കാതിരുന്നാൽ മതി, കമന്റ്സ് വായിക്കാതിരുന്നാൽ മതി. അതെന്തായാലും ഒരാൾ ചെയ്യൂല. എന്താ ഒന്നോന്ന് നോക്കാൻ വേണ്ടിട്ട് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കൂല. അപ്പൊ ഞങ്ങളത് 7ാം മാസത്തിൽ അങ്ങനെ പറഞ്ഞില്ലേ. അതെ, കുറച്ച് വൈകിട്ടാ പറഞ്ഞേ, നല്ലോണം വൈകിട്ടാ പറഞ്ഞേ. അപ്പൊ ഈ ഫാമിലി വ്ളോഗേഴ്സ് ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ വൈകി പറഞ്ഞാൽ അതും പ്രശ്നമാവൂലേ? അത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ അവിടേക്ക് പോവാത്തതായിരുന്നു പ്രശ്നം. നമ്മളിത് ആരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുന്ന് ഈ പ്രഗ്നന്റും ആയിട്ട് കൊല്ലം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഏകദേശം 8 മണിക്കൂർ ഡോക്ടറോട് പറഞ്ഞപ്പോ ഡോക്ടർ യാത്ര പോസിബിൾ അല്ല എന്ന് പറഞ്ഞു അല്ലേ. അതിന്റെ മുന്നേ നമ്മള് ഗുജറാത്ത് പോയി, ഞാൻ ഡോക്ടറോടൊത്ത് ചോദിക്കാതെ പോയി. അതിൽ ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ ആകെ ക്ഷീണിച്ചു പോയി. യാത്ര ചെയ്തത് തന്നെ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റാതെ അങ്ങനെയൊക്കെ ആയി. പിന്നെ ഇപ്പൊ രണ്ടാമത് ഇങ്ങോട്ട് കൂടി പോകാനുള്ളൊരു ഇതില്ല. അപ്പൊ അങ്ങനെ അപ്പൊ ഇവർക്ക് അറിയൂലല്ലോ ഇതാണ് സംഭവം. അപ്പൊ എന്തുകൊണ്ട് ഓള് പോയില്ല, ഓക്ക് നാത്തൂനെ പറ്റൂല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അന്ന് ഫുള്ള് നെഗറ്റീവ്. അപ്പൊ എന്നാലും ആ സമയത്തൊക്കെ നമ്മൾ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇത്രയും നെഗറ്റീവ് ഒക്കെ വരുമ്പോഴത്തേക്ക് അത് താങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അങ്ങനെ മറുപടി ഇങ്ങനെ കൊടുത്താൽ കുറച്ചൊരു സമാധാനം. ഇവൾക്ക് മറുപടി കൊടുക്കാം. ഞാൻ മറുപടി കൊടുക്കുമ്പോ ഇതൊക്കെ തുടങ്ങി ഒക്കെ സെറ്റാക്കിയത് ഞാനല്ലേ. അപ്പൊ ഞാൻ മറുപടി കൊടുക്കുമ്പോ എനിക്കെന്തോ ഭയങ്കര ഒരു ഇതായോ, നമ്മളെല്ലായിടത്തും ഇങ്ങനെ ക്ഷമിച്ച് ഇങ്ങനെ നിന്ന് പോണ ആളാ. അതായത് നമ്മള് താഴ്ന്നു കൊടുത്താൽ റെഡി ആവുമെങ്കിൽ റെഡി ആവട്ടെ, അങ്ങനത്തെ ഒരു ടൈപ്പാ ഞാൻ. പക്ഷെ ഇവിടെ ഒട്ടും അങ്ങനെയല്ല. ഇവിടെ ഇങ്ങനെ ഉരുളക്കുപ്പേരി ഇവിടുന്ന് എന്താ പറഞ്ഞ അതേ പറഞ്ഞ് റിട്ടേൺ പോകും. പക്ഷെ രണ്ടാളും കൂടി പാവമായി കഴിഞ്ഞാൽ എല്ലാരും കൂടെ നിങ്ങളെ യൂസ് ചെയ്യൂലേ? ഒരാൾ അങ്ങനെ നിൽക്കുന്നതല്ലേ നല്ലത്. സോഷ്യൽ മീഡിയയിൽ പിന്നെ അങ്ങനെ എതിർത്ത് നിൽക്കാനും
നമ്മളെല്ലാരും പക്ഷെ എല്ലാ നെഗറ്റീവിനൊന്നും പറയില്ല കേട്ടോ. ചിലപ്പോ നമ്മള് നന്നാവാൻ അങ്ങനെയൊക്കെ പറയും. അങ്ങനെ ചില നെഗറ്റീവ്സ് നമുക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് അയ്യോ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കേട്ടോ എന്ന് പറയുമ്പോ പക്ഷെ അത് നമ്മളെ പറ്റിയൊരു മിസ്റ്റേക്ക് ആണല്ലോ നമുക്ക് അങ്ങനെ റിയലൈസ് ചെയ്തൊരു സംഭവം എന്താ? ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരുപാട് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പൊ കുട്ടീനെ എടുക്കുന്ന ടൈമിലാണ് അങ്ങനെ എടുക്കും. കുട്ടീനെ അതായത് കുട്ടിയായതിനു ശേഷം ഇപ്പൊ എക്സ്പീരിയൻസ് ഉള്ള അമ്മമാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് തരലുണ്ട്. അത് ഇപ്പൊ ഈ കമന്റ്സ് ഇടുന്നോണ്ടാണല്ലോ. അതൊക്കെ നമുക്ക് ഭയങ്കര എന്താണ് അതൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ നോക്കുന്ന കാര്യങ്ങളല്ലേ. നമ്മളെ ജഡ്ജ് ചെയ്യല്ലോ, അങ്ങനെ ഇടരുത് ഇങ്ങനെ ഇടരുത്, ഈ മാക്സി ഇടരുത്. ജഡ്ജ്മെന്റ് ആണ് ഇവൾക്ക് ഇഷ്ടമല്ല. ഇഷ്ടമില്ലാത്തത് നമ്മളെ ഇഷ്ടല്ലേ. നമ്മളെ ഓല ഇഷ്ടത്തിന് ജീവിച്ച ഓല ജീവിതമായി പോലെ. അതെ അതെ അതെ. ഇടുന്ന ഡ്രസ് ഇന്റർവ്യൂവിൽ ഇങ്ങനെ സംസാരിക്കണ പോലും വ്ളോഗിൽ സംസാരിക്കലില്ല. ഇല്ല. ഇപ്പൊ സിനൂസ് നിങ്ങൾ വരുമ്പോ 3 പ്ലേ ബട്ടൺ കാണും. അതിലൊരു പ്ലേ ബട്ടന്റെ അവകാശികളാണ് സിനൂസ് കിച്ചണിലെ. പക്ഷെ അതില് വീഡിയോ ഇടണമെങ്കിൽ ഞാൻ ഇടിയിപ്പിക്കണം. ഇന്ന് ഇന്നത് വെക്ക്. ചിലപ്പോൾ ഒരു പ്രോൺസ് അല്ലെങ്കിൽ ചെമ്മീൻ എന്തെങ്കിലുമൊക്കെ വെച്ച് ഞാൻ തന്നെ വാങ്ങിക്കോ എന്തെങ്കിലും ഉണ്ടാക്കിക്കോ അങ്ങനെ ഉന്തി വിടാറാ. സിനൂസ് കിച്ചണിന് വേണ്ടിയിട്ടാണല്ലോ ഇത്ര നല്ല കിടിലൊരു കിച്ചൺ തന്നെ പണിതത്. തന്നെ അത് അവളുടെ IK കിച്ചണിൽ ഇങ്ങനത്തെ ഒരു കിച്ചൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അവൾക്ക് ഇങ്ങനത്തെ ഒരു കിച്ചൺ വേണം. ആഗ്രഹം നടത്താനാണല്ലോ ജീവിതം എന്ന് പറഞ്ഞു. ആഗ്രഹം നടത്തിയാണ് പക്ഷെ ഇപ്പൊ ഉപയോഗിക്കണില്ലാന്നുള്ളൂ. കിച്ചൺ ഉപയോഗിക്കുന്നില്ലേ? അതിന്റെ അപ്പുറത്തെ കിച്ചൺ ഉപയോഗിക്കണ്ട്. ചോദിച്ചപ്പോ ഷോ ആണെന്ന്. വർക്ക് ഏരിയയിലാണ് പാചകം. ഇതിനകത്തിലൊന്നും ഇവിടെ എന്താ വെച്ചാ ഇവിടെ അവിടെ പണിയെടുക്കുന്നതിന്റെ കൂടുതൽ ഇവിടെ പണിയെടുക്കണം. കാരണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പൊ വൃത്തിയാക്കണം. അവിടെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വൃത്തിയാക്കാൻ മതി. ഈ വൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പണിയാണ്. അതിനിടയ്ക്ക് കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? ഞാനത് ചോദിക്കാൻ നിൽക്കായിരുന്നു. ഈ കുഞ്ഞു മോളൊക്കെ ആയിട്ട് ഈ വൈറ്റ് പെയിന്റും ഫേർണിച്ചേഴ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പാടായിരിക്കുമല്ലോ. പാടൊക്കെ നല്ല പാടാ. അതിപ്പോ ഒന്നും ആയില്ല. ഇനി വരക്കാൻ ടൈമിൽ 2 വയസ്സും കൂടി ആവണം. അപ്പോഴാവും ചുമര്. ഇപ്പൊ നല്ല വൃത്തിയിലല്ലേ കിടക്കും. ഇപ്പൊ 1 ഇയർ ആകുമ്പോ എനിക്ക് ഇങ്ങനെ നല്ല ഇതുണ്ട്. അടുത്ത കൊല്ലങ്ങൾ ഏതെങ്കിലും സിറ്റുവേഷൻ ഇന്റർവ്യൂ എടുക്കുമ്പോൾ അന്ന് ഈ വീടുതേമാരുണ്ടായാൽ മതി. പിന്നെ മക്കളല്ലേ നമ്മള് പിന്നെ പറയുന്നിടത്തും ഉണ്ട്. പിന്നെ ഓല് കളിക്കേണ്ട പ്രായമാണെന്ന് പറഞ്ഞിട്ട് ഓല് നിന്ന് വരക്കും. ശ്രദ്ധിക്കാൻ കഴിയൂല നമ്മൾ. അതെ. നൗഫലാണെങ്കിലേ ഈ വീട്ടില് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് ഇവിടെ ചെയ്തൊരു കാര്യം എന്താ? ഈ വീട്ടില് വേണം ഇത് ഈ ഒരു സംഭവം, ഈ ഒരു നടുമുറ്റം, ഈ ഒരു ഊനാലും ഞാൻ ആഗ്രഹിച്ചുണ്ടാക്കിയതാണ്. ഒരുപാട് ഇത് ഉണ്ടാക്കുന്ന ടൈമിൽ ആൾക്കാർ പറയുന്നത് പെരടുള്ള അമ്പലമാണെന്ന് ചോദിച്ച ആൾക്കാർ പറയും. പക്ഷെ അങ്ങനെയല്ല. എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതും ഈ ഒരു ഈ മഴയൊക്കെ പെയ്യുന്ന ടൈമിൽ നന്നായിട്ട് മഴയുണ്ട്. അതിനൊരു കട്ടൻ ചായ കുടിച്ച് ഇങ്ങനെ ഊനാലാടി ആഗ്രഹിച്ച് ചെയ്തൊരു സംഭവം. പണ്ട് തമിഴ് സിനിമകളൊക്കെ കാണുമ്പോ ഈ ഒരു സംഭവങ്ങൾ ഇങ്ങനെ കാണലുണ്ട്. അപ്പൊ നമ്മുടെ ആഗ്രഹം പെര വെക്കുമ്പോഴല്ലേ നടക്കുള്ളൂ. അതെ അതെ. അപ്പൊ പിന്നെ അങ്ങനെ അപ്പൊ ഇതിലും നെഗറ്റീവ്സ് ഒക്കെ അപ്പൊ വന്നിട്ടുണ്ടായിരുന്നോ? നെഗറ്റീവ്സ് അതന്നെ നമ്മള് പറഞ്ഞത്. ഇതിന്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എന്റെ ആഗ്രഹമാണല്ലോ, അതിന്റെ ആവശ്യമാണല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഫാമിലി വ്ളോഗേഴ്സ് ആയതുകൊണ്ട് മാത്രമല്ലേ നമ്മൾ ഇതിനൊക്കെ നാട്ടുകാരോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നത്. നാട്ടുകാരുടെ പ്രശ്നം എന്താ വെച്ചാൽ അവര് ഇങ്ങനെയാണ് ചിന്തിക്കുക, ഞങ്ങള് കാരണം നിങ്ങൾ രക്ഷപ്പെട്ടു, അപ്പോ നമ്മളെ മേലൊരു അധികാരം എടുക്കുക. അങ്ങനെ ഉണ്ടല്ലേ? അത് മിക്കവാറും ഉണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോഴും പറയുന്നുണ്ട് അവര് വീഡിയോസ് കാണുന്ന സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. പക്ഷെ ഒരാളെ ഇവിടെ പറഞ്ഞ മാതിരി ജഡ്ജ്മെന്റ് ചെയ്യുക, അവര് വീഡിയോ കണ്ടുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടോട്ട് അവര് പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അവരുടെ ജീവിതം ആയിട്ട് മാറില്ല. അപ്പൊ പിന്നെ നമുക്ക് ഈ രക്ഷപ്പെട്ടതിൽ ഒരു കാര്യമില്ലാതായി പോയി. അതെ 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 അതെ. അങ്ങനെ അവര് പറയുന്ന ഒരു ട്രാക്കിലൂടെ തന്നെ നമ്മൾ ജീവിക്കണം എന്നുള്ള രീതി. ഇപ്പൊ ഈ വീട് പെരുന്നാളിന്റെ ടൈമില് ഞാൻ എന്റെ വണ്ടി ഞാൻ പണിക്കിട്ടിട്ട് ഞാൻ പറഞ്ഞു, എന്റെ ഫ്രണ്ട് ഉണ്ട് ഷാജഹാൻ, ഇപ്പൊ അടുത്ത് ഷാജഹാൻ ഷാ എന്ന് പറയും. അവന് വണ്ടിയുടെ കച്ചവടം. അപ്പോ എൻ്റെ വണ്ടിയുടെ പണിക്കിട്ടപ്പോൾ അവർ എനിക്കൊരു BMW തന്നു. അപ്പം ഞാൻ തരുമ്പോൾ തന്നെ പറഞ്ഞു ഞാൻ വേറെ ഏതെങ്കിലും വണ്ടി എടുത്തോണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് നാട്ടിൽ പോകാൻ പറ്റൂല. ആ BMW ഇവിടെ ഒരു 3-4 ദിവസം ഇട്ടപ്പോഴേക്കും നാട് മൊത്തം നമ്മൾ ഭയങ്കര അഹങ്കാരിയായി മാറി. അപ്പൊ 2 ദിവസം കൊണ്ട് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടേ ഇജിള്ള വണ്ടി എനിക്ക് കൊണ്ടുവന്ന് പറഞ്ഞു. അതങ്ങനെയാണ്. നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ നല്ല രീതിക്ക് നടക്കണ കാണാൻ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുപാടിലും ചിലവർക്കൊന്നും ഇഷ്ടമല്ല. കാരണം അവരുടെ മുന്നിലൂടെ ചട്ടിയും പാത്രവും ചട്ടുകവും വെച്ചിട്ട് വള്ളി ട്രൗസർ ഇട്ട് പുള്ളിക്കുപ്പാവ് ഇട്ട് എത്രയോ വൈകുന്നേരം വരെ വെയിൽ കൊണ്ട് കല്ലേറ്റി നടത്തുന്ന ഒരു മനുഷ്യനല്ലേ. അപ്പൊ അതേ സ്ഥലത്ത് നമ്മൾ BMW പോകുമ്പോൾ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ആ ദേഷ്യം പോലെ പറഞ്ഞു തീർക്കും. അല്ലെങ്കിൽ എന്താണ് ഷെഡിലിരുന്ന് എന്തെങ്കിലുമൊക്കെ നമ്മളങ്ങനെ പച്ചർച്ച നിന്നുകൊണ്ടിരിക്കും.
അതുപോലെ നമ്മൾ ഈ നാട്ടിലൊക്കെ ആണെങ്കിലേ പെട്ടെന്ന് ഒരാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവരെ ഏറ്റവും കൂടുതൽ ഈ കുശുമ്പ് കൂടിയിട്ട് ഇൻസൾട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവം പുത്തൻ പണക്കാരാണ് പറയുന്നതൊക്കെ അല്ലേ? അതല്ല അത് പൊതുവെ നമ്മൾ കുറെ ടൈം കേട്ടിരിക്കണം പുത്തൻ പണക്കാര് എന്നുള്ളത്. അത് ഇതുകൊണ്ടൊക്കെ തന്നെ പറയാം, നമുക്ക് പെട്ടെന്ന് പൈസ വന്നു എന്താ. പിന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളെ അലട്ടുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സഹായ അഭ്യർത്ഥന കൂടിപ്പോയി. നമുക്ക് എന്താ വെച്ചാൽ ഇല്ലാന്ന് പറഞ്ഞ ഈ ജീവിത രീതിയൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഒരിക്കലും സേവിങ്സ് ഇപ്പോഴും ആയില്ല. ആഗ്രഹം തീർത്തുന്നുള്ളൂ, സേവ് ചെയ്യാൻ മാത്രം നമ്മളൊന്നും ആയില്ല. അതായത് മാസത്തെ വരുമാനം ആ മാസം തീരും. ഇപ്പൊ ചിന്തിച്ചാൽ മതി, 2 മക്കള്, പിന്നെ ഒരു വീടും കാര്യങ്ങളും, കാറൊക്കെ അടവാണ്, അതൊക്കെ അടഞ്ഞു പോണം. ഇപ്പൊ സത്യം ഒരു മിഡിൽ ഫാമിലി എന്നുള്ള ലെവലിൽ നിൽക്കുന്നുള്ളൂ. പക്ഷെ നമ്മള് ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് വീഡിയോ കണ്ടിട്ടല്ലേ നിങ്ങൾക്ക് പൈസ ഇട്ടുണ്ടെന്നൊക്കെ ചോദിച്ചാൽ എന്താ പിന്നെ പറയാം? ഒന്നും പറയാല്ല. അതിനൊരു വീതം നമുക്കുള്ളാണെന്നൊക്കെ പറഞ്ഞു ഒരാള്. നമ്മള് നെറ്റ് കയറ്റി നിങ്ങളെ കണ്ട്, ഞാൻ പറഞ്ഞു കേട്ടാ നിങ്ങള് വീഡിയോ അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. ചിലപ്പോ ഇങ്ങോട്ട് കൊണ്ടാട്ടോ എന്നൊക്കെ പറയും. നമ്മൾ കടം കൊടുത്ത പോലെ പൈസ നാളെ വീട് കിട്ടുമോ എന്നൊക്കെ പറയും. ആരാന്ന് തന്നെ എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എങ്ങനെ ഇവര് കോൾ ചെയ്തു? ഞാൻ എന്റെ നമ്പറൊക്കെ പബ്ലിക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. പെയ്ഡ് കൊളാബറേഷൻ ഒക്കെ ചെയ്യുന്നോണ്ട് അതില് നമ്പർ കൊടുത്തുകൊണ്ട് അങ്ങനെ വരലാണ്. അപ്പൊ ഇതിന് സത്യം പറഞ്ഞാൽ ഈ പെയ്ഡ് കൊളാബ്സിനേക്കാളും കൂടുതൽ അഭ്യർത്ഥന കോളുകളാ കൂടുതൽ വരാറ്. അത് പറഞ്ഞാ മനസ്സിലാവൂല. നമ്മളിപ്പോ എന്താ വെച്ചാൽ അന്നന്ന് അതാത് മാസത്തിൽ കിട്ടുന്നതിന് ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഡെലിവറി പെട്ടെന്ന് 2 ഡെലിവറി, അതിൻ്റെ ഒരു ബർത്ത്ഡേ പ്രോഗ്രാംസ്, പിന്നെ പെങ്ങളുടെ കല്യാണം, പെങ്ങളുടെ കുട്ടിയുടെ പരിപാടി, ഇതൊക്കെ ഈ വീട്ടിലെ കുടുംബനാഥൻ എന്നുള്ള നിലക്ക് നമ്മുടെ മേലല്ല എല്ലാം ഉണ്ടാവുക. അപ്പൊ അതൊക്കെ തീർത്തിപ്പോ ഇതിനിടക്ക് ഉമ്മറക്ക് വീടല്ല, അതിനൊക്കെ ചെലവ് തന്നെയാണ്. പിന്നെ വാപ്പാന്റെ കൊല്ലം തയ്ച്ച്, അതായത് ഒരു കുടുംബത്തിലൊരു കുടുംബനാഥനെ അറിയാം ആ വീട്ടിലെ ചെലവുകൾ എന്തൊക്കെയാന്നുള്ളത്. അതായത് നമ്മള് ഡെവലപ്പ് ആവാൻ എല്ലാം ഉണ്ട്, പക്ഷെ നമുക്ക് ഒരു സ്വന്തമായിട്ട് എന്താ പറയാ ഒരു ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഇപ്പൊ അതൊരു 2 ഷോപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് സേഫ്റ്റിക്കാണ്, കാരണം യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാമും ഈ ഫേസ്ബുക്ക് ഒക്കെ പോയി കഴിഞ്ഞാലും അതായത് പെരയിലെ ചെലവുകൾ നടക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഇപ്പൊ തുടങ്ങിയില്ല, അതിപ്പോ റണ്ണിങ് ആയിട്ടുണ്ട്. ഇനി രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇതുവരെ നമുക്ക് കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്, മൊത്തത്തില് ഹാപ്പി ആയിട്ട് പോകുന്നത്. എന്നാൽ നമുക്ക് പൈസ കൊടുക്കാനുണ്ട്, പക്ഷെ ജോലിക്കാരത്തിനെ കിട്ടാനില്ല. കാരണം ഈ നാട്ടിലെ ജോലിക്കാരത്തി ഉമ്മയായിരുന്നു. ആറ്റാശ്ശേരി പുറത്ത് ഒരു വിധം വീട്ടിലൊക്കെ 50 റുപ്യക്കൊക്കെ ജോലി ചെയ്തിരുന്നത്. ഇതിനേക്കാൾ പ്രശ്നം രക്തബന്ധങ്ങൾ വേർപെടുന്നത് വലിയ പ്രശ്നം തന്നെയല്ലേ. കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബവും, ഇപ്പൊ കൂടുമ്പോൾ ഭൂകമ്പം ആവുന്നതും കുടുംബമാണെന്നാണ്. ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. Say yes to EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.